ഹായ് ഫ്രണ്ട്സ്, 2023 കറണ്ട് അഫെയർ വസ്തുതകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വരാൻ പോകുന്ന മത്സര പരീക്ഷകളിൽ കറണ്ട് അഫെയർ വിഭാഗത്തിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. LDC, LGS, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം, ഇതിനൊക്കെ കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക്. അന്താരാഷ്ട്ര ചെറുപയർ ധാന്യവർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ദാവോസ്, സ്വിറ്റ്സർലാൻഡാണ്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെ വെച്ച് കഴിഞ്ഞാൽ ഡർബൻ, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ദാവോസ് ആണ്, സ്വിറ്റ്സർലാൻഡാണ്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബനാണ്, ദക്ഷിണാഫ്രിക്കയാണ്. 2023 ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ജപ്പാനാണ്. 2023 ഹെൻലി പാസ്പോർട്ട് സൂചിക. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ഏതാ? ലണ്ടനാണ്. രണ്ടാമത് ബാംഗ്ലൂരു ആണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടൻ, രണ്ടാമത് ബാംഗ്ലൂരു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം ഏത് പേരിൽ? ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിന് ഇടം നേടിയത് എന്താണ്? സാന്റ്ലോ മെമ്മോറിയൽ. സാന്റോസിലെ മെമ്മോറിയൽ എക്യൂമെനിക്കൽ നെക്രോപോളിസ് സെമിത്തേരി. 12ാമത് നമുക്ക് വേൾഡ് ബാംബു കോൺഗ്രസിൻ്റെ വേദി 2024 വേദി എവിടെയാണ്? തായ്വാനാണ്. 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? തായ്വാനാണ്. ന്യൂസിലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റതാരാണ്? ക്രിസ് ഹിപ്കിൻസ് ആണ് ന്യൂസിലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി. ആരാണ്? ക്രിസ് ഹിപ്കിൻസ്. വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത് ആരാ ചോദിച്ചാൽ അത് സൽമാൻ റുഷ്ദിയാണ്. സൽമാൻ റുഷ്ദി ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ്. സുൽത്താൻ അൽ നയാദി. സുൽത്താൻ അൽ നയാദി ഇദ്ദേഹമാണത്. സുൽത്താൻ അൽ നയാദി. അപ്പോൾ ഓടിച്ചൊന്നും കൂടി പറയാം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ്? 2023. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ദാവോസ്, സ്വിറ്റ്സർലാൻഡാണ്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്കയാണ്. 2023 ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ജപ്പാനാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടൻ, രണ്ടാമത് ബാംഗ്ലൂരുവാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇടം നേടിയത് എന്താണ്? സാന്റോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോപോളിസ് സെമിത്തേരി. 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസ് 2024 വേദി തായ്വാനാണ്. ന്യൂസിലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാ ചോദിച്ചാൽ അത് ക്രിസ് ഹിപ്കിൻസ് ആണ്. വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത് ആരാ ചോദിച്ചാൽ അത് സൽമാൻ റുഷ്ദിയാണ്. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാറിൻ്റെ പേരിൽ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരാണ് സ്പെയർ എന്ന് പറയുന്നത്. സ്പെയർ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ എന്താണ് സ്പെയർ? എന്താണ് ഒന്നുകൂടി പറയാം. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരാണ് സ്പെയർ എന്ന് പറയുന്നത്. ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേരാണെന്ത്? ഹെക്കാഷെപ്സ് എന്ന് പറയുന്നത്. ഹെക്കാഷെപ്സ് എന്ന് പറഞ്ഞാൽ ഈജിപ്ത് അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേരാണത് ഹെക്കാഷെപ്സ് എന്ന് പറയുന്ന സംഗതി. ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചങ്കി എയർപോർട്ട് ഏത് രാജ്യത്തെ വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂരാണ്. ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചങ്കി എയർപോർട്ട് എവിടെയാണ് ചോദിച്ചാൽ അത് സിംഗപ്പൂരാണ്. H3N8 പക്ഷിപ്പനി ബാധിച്ച ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത് എവിടെ ചോദിച്ചാൽ അത് ചൈന. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് 5 പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകമാണ് ടൈറ്റൻ. ഇതാണ് ടൈറ്റൻ എന്ന് പറയുന്ന സംഗതി. ആ ഒരു പേടകം ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകമാണ് ടൈറ്റൻ. അടുത്താണ് ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റാണ് ടെറാൻ വൺ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാറിൻ്റെ എഴുതിയ ആത്മകഥയുടെ പേരാണത് സ്പെയർ എന്ന് പറയുന്നത്. ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേരാണത് ഹെക്കാഷെപ്സ് എന്ന് പറയുന്നത്. ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റ് സ്കൈ ട്രാക്ക് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂരാണ്. H3N8 പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ്. H3N8 പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയ 5 പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകം ഏതാണ്? ടൈറ്റൻ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റാണ് ടെറാൻ വൺ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. സ്വിസ് സ്ഥാപനമായ IQ Air പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുമലിനീകരണം കൂടിയ രാജ്യമാണ് ചാഡ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 8ആണ്. ചാഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിസ് സ്ഥാപനമായ IQ Air പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുമലിനീകരണം കൂടിയ രാജ്യം ചാഡാണ്.
അടുത്തത് സ്വിസ് സ്ഥാപനമായ IQ കെയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നഗരമാണ് ലാഹോർ. 3-ാം സ്ഥാനം രാജസ്ഥാനിലെ ഭിവാഡിയാണ്. ഭിവാഡി. ഓക്കെ, അപ്പോൾ സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യം ചാഡ്. ഇന്ത്യയുടെ സ്ഥാനം 8ആണ്. വായു മലിനീകരണം കൂടിയത് ചാടാണ്. ഇന്ത്യയുടെ സ്ഥാനം 8ആണ്. സ്വിസ് സ്ഥാപനമായ IQ കെയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നഗരം ഏതാണെന്ന് വെച്ചാൽ ലാഹോറാണ്. 3-ാം സ്ഥാനത്ത് രാജസ്ഥാനിലെ ഭിവാഡി. ഇനി എന്താ പറയുന്നത്, ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യത്തെ സിനിമ ഏതാണെന്ന് വെച്ചാൽ ദ ചലഞ്ച് ആണ്. ദ ചലഞ്ച് ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ ഏതാണ്? ദ ചലഞ്ച് എന്ന് പറയുന്ന സംഗതി ഓർത്തിരിക്കുക. അടുത്തത് നാറ്റോയിൽ അംഗമായ 31-ാമത് രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്ന സംഗതി. നാറ്റോയിൽ അംഗമായ 31-ാമത് രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്ന സംഗതി. ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത്. ഹോപ്പ്. ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറുവിമാനത്തിൻ്റെ പേരാണ് എന്താണ്? സെസ്ന 206. ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നതാണ് ആ ഓപ്പറേഷൻ്റെ പേര്, സെസ്ന. ഓക്കെ, സെസ്ന 206 വിമാനമാണ് തകർന്നു വീണത്. അടുത്ത ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയനാണ് ഗുയി ഹെയ്ചാവോ. ആരാണ്? ഗുയി ഹെയ്ചാവോ. ഓക്കെ, ഗുയി. ഓക്കെ, ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയനാണ് ഗുയി ഹെയ്ചാവോ. എന്നാൽ ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ് ആര്? സുൽത്താൻ അൽ നേദി. ഓക്കെ, സുൽത്താൻ അൽ നേദി. അടുത്തെന്താണ് പറഞ്ഞ? ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറുവിമാനത്തിൻ്റെ പേര് സെസ്ന 206. ഓക്കെ, അടുത്ത 2025 കാലാവസ്ഥാ ഉച്ചകോടി COP 30 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ COP 30 2025 കാലാവസ്ഥാ ഉച്ചകോടി COP 30 2025 കാലാവസ്ഥാ ഉച്ചകോടി COP 30 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീൽ. ഓക്കെ, 2023 പരിസ്ഥിതി ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. അപ്പോൾ 2023 എന്താണ്? ഓക്കെ, പരിസ്ഥിതി ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. 2025 COP 30 വേദിയാണ് ബ്രസീൽ എന്ന് പറയുന്നത്. 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? പരിസ്ഥിതി മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. അപ്പോൾ ബഹിരാകാശ ചിത്രീകരിച്ച ആദ്യ സിനിമ ഏതാണ്? ദ ചലഞ്ചാണ്. നാറ്റോയിൽ അംഗമായ 31-ാമത്തെ രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത് ആമസോൺ വനത്തിൽ ഒക്കെ വീണ വിമാനം തകർന്നു വീണ കാണാതായവരെ കണ്ടെത്തുന്നതിൽ കൊളംബിയൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. ആ വിമാനത്തിൻ്റെ പേര് സെസ്ന 206. അതുപോലെ തന്നെ ഗുയി ഹെയ്ചാവോ എന്ന് പറയുന്നത് ബഹിരാകാശത്ത് യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ. COP 30 അതിൻ്റെ വേദിയാണ് ഇവിടെ ബ്രസീൽ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അടുത്ത് 2ാം ലോക മഹായുദ്ധകാലത്ത് മുങ്ങിയ ഏത് കപ്പലിൻ്റെ അവശിഷ്ടമാണ് ഫിലിപ്പീൻസിൽ നിന്നും കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോണ്ടെവിഡിയോ മാറു. ഓക്കെ, മോണ്ടെവിഡിയോ മാറു എന്ന മുങ്ങിക്കപ്പലിൻ്റെ കപ്പലിൻ്റെ അവശിഷ്ടമാണ് ഫിലിപ്പീൻസിൽ നിന്നും കണ്ടെത്തിയത്. മോണ്ടെവിഡിയോ മാറു. ഓക്കെ, അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടി എവിടെയാണ്? UAE-ലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ UN ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടി വേദി UAE-ആണ്. 2021 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗൽ. ദയാവധം. ഓക്കെ, മേഴ്സി കില്ലിംഗ്. ദയാവധം 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണെന്ത്? അതാണ് പോർച്ചുഗൽ എന്ന് പറയുന്ന സംഗതി. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ഐസ്ലൻഡാണ്. ഓക്കെ, വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ഐസ്ലൻഡാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. ബ്രിട്ടൻ്റെ പരമാധികാരിയായി അധികാരമേറ്റെടുത്ത രാജാവാണ് ചാൾസ് മൂന്നാമൻ. ബ്രിട്ടൻ്റെ പരമാധികാരിയായി അധികാരമേറ്റെടുത്ത രാജാവാണ് ചാൾസ് മൂന്നാമൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ചാൾസ് മൂന്നാമൻ 2023 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ചൈന. 2023 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ചൈന. സ്കൂളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്നാവശ്യം UN ഏജൻസിയാണ് യുനെസ്കോ. ഓക്കെ, സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട UN ഏജൻസിയാണ് യുനെസ്കോ എന്ന് പറഞ്ഞത്. അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിലെ ദ്വീപാണ്. ഓക്കെ, എന്താണ്? മായി ദ്വീപ്. അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച് അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിലെ പ്രദേശമാണ് മൗയി ദ്വീപ്. കേട്ടോ, മൗയി ദ്വീപ്. 2023 ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗമാണെന്ത്? സെർബറസ്. ഓക്കെ, സെർബറസ് എന്ന് പറയുന്നത് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണത് ഡോറ എന്ന് പറയുന്നത്. 2023 49ാമത് G7 ഉച്ചകോടി നടന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ G7 ഉച്ചകോടി ഹിരോഷിമ, ജപ്പാൻ. അപ്പോൾ 2023 G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? G7. 2023 49ാമത് 2023
2023 49ാമത് G7 ഉച്ചകോടി നടന്നത് ഹിരോഷിമ ജപ്പാനാണ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് ആരാണ്? ഐവറി കോസ്റ്റാണ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റാണ്. ഓക്കെ, 2023 പരിസ്ഥിതി ദിനാചരണ സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. ഓക്കെ, അത് ആതിഥേയത്വം വഹിച്ച രാജ്യം 2023 ആരാണ്? ഐവറി കോസ്റ്റാണ്. എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ് EIU എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് EIU തയ്യാറാക്കിയ ലോകത്തെ ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഏതാണ്? ഡമാസ്കസ് ആണ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് ഡർബൻ. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്ക. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന എവിടെയാണ്? ദുബായാണ്. അപ്പോൾ ഒന്നുകൂടി ഓടിച്ച് പറയാം. എന്താ പറഞ്ഞത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദി UAE. 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണത് പോർച്ചുഗൽ എന്ന് പറയുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയതാരാണ്? അത് ഐസ്ലാൻഡാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരമേറ്റ രാജാവാണ് ചാൾസ് മൂന്നാമൻ എന്ന് പറയുന്നത്. 2023 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട UN ഏജൻസിയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച് അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിലെ പ്രദേശമാണ് മൗയി ദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2023 ജൂലൈ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗത്തിൻ്റെ പേരാണ് സെർബറസ് എന്ന് പറയുന്നത്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഡോറ എന്ന് പറയുന്നത്. 2023 49ാമത് G7 ഉച്ചകോടി നടന്ന രാജ്യമാണ് ജപ്പാനിലെ ഹിരോഷിമയിലാണ് നടന്നത്. 2023 പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഐവറി കോസ്റ്റ്. EIU എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഡമാസ്കസ്. ജീവിക്കാൻ അങ്ങനെ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമത് ഡമാസ്കസ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്കയാണ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായ്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കിയത് 2023 കറണ്ട് അഫയർ വസ്തുതകളാണ്. നിരവധി ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിരവധി പ്ലേലിസ്റ്റുകളുണ്ട്. ആവശ്യക്കാർക്ക് ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ എഴുതാം. SCRT ചാപ്റ്റേഴ്സിൻ്റെ സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ സയൻസിൻ്റെ സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, നിയമങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്